മാർച്ച് 16 നോമ്പുകാലത്തിലെ 4-ാം ആഴ്ചയിലെ തിങ്കളാഴ്ച. യോഹന്നാൻ 4:43 മുതൽ 54 വരെ വാക്യങ്ങൾ. കോവാദിസ്, ലത്തീൻ ഭാഷയിൽ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഒരു അമേരിക്കൻ ഇതിഹാസ ചരിത്ര സിനിമയാണ്. പുരാതന റോമിൽ നീറോ ചക്രവർത്തിയുടെ ഭരണത്തിൻ്റെ അവസാന വർഷങ്ങളിൽ നടക്കുന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണിത്. റോബർട്ട് ടൈലർ, ഡെബോറ കെർ, പീറ്റർ ഉസ്റ്റിനോവ് എന്നീ വലിയ അഭിനേതാക്കൾ അഭിനയിച്ച ഈ ചിത്രത്തിൽ പല ഓസ്കാറുകളും നേടാൻ സാധിച്ചു. AD 64-നും 68-നും നടക്കുന്ന കഥ ചരിത്രപരവും സാങ്കല്പികവുമായ സംഭവങ്ങളെയും കഥാപാത്രങ്ങളെയും സംയോജിപ്പിക്കുന്നു. ക്രിസ്തുമതവുമായുള്ള റോമൻ സാമ്രാജ്യത്തിൻ്റെ സംഘർഷവും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതുമാണ് ഇതിൻ്റെ പ്രധാന പ്രമേയം. പത്രോസ് ശ്ലീഹായുടെ അപ്പോക്രിഫൽ പ്രവൃത്തികൾ എന്ന ഒരു പുസ്തകത്തിലെ ഒരു സംഭവത്തെ ആണ് ഈ തലക്കെട്ട് സൂചിപ്പിക്കുന്നത്. അപകടകരമായ ഒരു സിനിമ ഷൂട്ടിംഗ് സെഷന് ശേഷം ഒരു റിപ്പോർട്ടർ ഡെബോറയോട് ചോദിച്ചു, സിംഹങ്ങൾ നിങ്ങളെ അരങ്ങിൽ ഓടിച്ചിടുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ടില്ലേ? ഡെബോറ മറുപടി പറഞ്ഞു, ഒരിക്കലുമില്ല. എന്തെങ്കിലും അരുതാത്ത സംഭവിച്ചാൽ ഞാൻ രക്ഷിക്കപ്പെടുമെന്ന് എനിക്കറിയാമായിരുന്നു. നിങ്ങളുടെ മകൻ ജീവിക്കുമെന്ന യേശുവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചിരുന്ന ആ രാജകീയ ഉദ്യോഗസ്ഥൻ്റെ നമുക്ക് ഇപ്പോൾ സ്മരിക്കാം. ഇന്നത്തെ സുവിശേഷം ശമര്യക്കാരിയായ സ്ത്രീയെ കണ്ടുമുട്ടിയതിന് തൊട്ട് പിന്നാലെ നടക്കുന്ന ഒന്നാണ്. യേശു ശമര്യയിൽ നിന്ന് ഗലീലയിലേക്ക് മടങ്ങുന്നു. പ്രവാചകന്മാർ അവരുടെ സ്വന്തം സ്ഥലത്ത് സ്വാഗതം ചെയ്യപ്പെടുന്നില്ല എന്ന് ഇതിനു മുമ്പ് യേശു പറഞ്ഞിരുന്നെങ്കിലും അടുത്തയിടെ ജെറൂസലേമിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ ജനങ്ങൾ കണ്ടിരുന്നതിനാൽ അദ്ദേഹത്തിന് അവിടെ നല്ല സ്വീകരണം ലഭിച്ചു. യേശു തൻ്റെ ആദ്യ അടയാളം പ്രവർത്തിച്ച വെള്ളം വീഞ്ഞാക്കി മാറ്റിയ കാനായിലേക്ക് മടങ്ങുന്നു. അപ്പോൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തൻ്റെ മകനെ സുഖപ്പെടുത്താൻ യേശുവിനോട് അപേക്ഷിച്ച് മുന്നോട്ട് വരുന്നു. യേശുവിൻ്റെ ആദ്യ പ്രതികരണം നിഷേധാത്മകമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം അന്വേഷിക്കുന്ന ആളുകളെക്കുറിച്ച് അവൻ പരാതിപ്പെടുന്നു. എന്നാൽ ആ മനുഷ്യൻ യേശുവിൻ്റെ വാക്കുകൾ അവഗണിക്കുകയും മരിക്കുന്നതിന് മുമ്പ് യേശു വന്ന് തൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥന ആവർത്തിക്കുകയും ചെയ്യുന്നു. യേശുവിലുള്ള അയാളുടെ വിശ്വാസത്തിൻ്റെ നിലവാരത്തെ ഇത് സൂചിപ്പിക്കുന്നു. രോഗശാന്തി നടക്കുന്നതിന് എല്ലായ്പ്പോഴും അടിസ്ഥാന ആവശ്യകത വിശ്വാസമുണ്ടായിരിക്കുക എന്നതാണ്. കഫർനഹൂമിൽ നിന്ന് കാനായിലേക്കുള്ള ഉദ്യോഗസ്ഥൻ്റെ യാത്ര യേശുവിൻ്റെ സഹായം തേടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസവും നിരാശയും പ്രകടമാക്കുന്നു. ശാരീരിക പരിമിതികൾ മറികടന്ന് ദൂരെ നിന്ന് ആ കുട്ടിയെ സുഖപ്പെടുത്തുമ്പോൾ യേശുവിൻ്റെ ദിവ്യശക്തിയും അധികാരവും ആ ശതാധിപന് വ്യക്തമാകുന്നു. സാഹചര്യങ്ങൾ അസാധ്യമാകുമെന്ന് തോന്നുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള യേശുവിൻ്റെ ശക്തിയിലുള്ള നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഈ കഥ നമ്മെ വെല്ലുവിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസവും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണെന്ന് ദൂരവും പ്രതിബന്ധവും ദൈവത്തിൻ്റെ ശക്തിക്ക് എതിരല്ലെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസം ആഴത്തിലായിരിക്കാനും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ വരുത്താനുള്ള അവൻ്റെ കഴിവിൽ വിശ്വസിക്കാനും ഈ വാക്യം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.